ഹലോ മൈ കുക്കിംഗ് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋതുഷാൻ ടേസ്റ്റ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി തവ അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ സ്റ്റെപ്പും ഞാൻ 1 by 1 ആയിട്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് തവയിൽ എങ്ങനെ അൽഫാം ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ തവ അൽഫാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ഇതുപോലത്തെ 3 പീസസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കീറി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫോർക്ക് വെച്ച് നന്നായി കുത്തി കൊടുക്കാൻ വേണം. പിന്നെ ഒരു മുട്ടി എടുത്തിട്ട് അതിൻ്റെ എല്ലൊക്കെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പ്ലേറ്റിനകത്ത് വെച്ചാണ് തന്നെ ചെയ്യുന്നത്. അതിൻ്റെ വെള്ളമൊന്നും പുറത്തേക്ക് ആവണ്ടെന്ന് വെച്ചിട്ടാണ് പ്ലേറ്റിൽ തന്നെ വെച്ചത്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ, ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക്, അപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചി, പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളി. നമ്മളെ നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, 2 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളകും, പിന്നെ ഒരു 3-4 കാന്താരി മുളകുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കല്ലുപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര്, നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഇനി അടുത്തതായിട്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറ്റൽ മുളകിന് പകരം മുളക് പൊടി, നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതല്ല 2 കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ ഈ തണ്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേലും മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വറ്റൽമുളക് ഇട്ടിട്ടാണ് ഒന്ന് ചെയ്യുന്നത്. അതിന് ശേഷം എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി. നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ചിക്കൻ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു നാരങ്ങയുടെ പകുതിയോളം നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ തൈരൊക്കെ ചേർത്തെടുത്തുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തേനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് തന്നെ എടുക്കാം. ജസ്റ്റ് തേനൊന്നും എല്ലാത്തിലും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുത്താൽ മതി. തേൻ ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ പകുതി നാരങ്ങയും കൂടി ഞാൻ ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കുകയാണ്. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, നല്ല പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പുതിനയില, അതുപോലെ കറിവേപ്പില, മല്ലിയില, ഇത്രയും ഇല ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. നമ്മുടെ സാധാരണ മല്ലിയില ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മല്ലിയില എടുത്താണ്. പുതിനയിലും ഈ മല്ലിയിലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇനി ഒന്നും കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അവസാനം മാത്രമേ നമ്മൾ ഈ ഇലകൾ ഇടേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു മണം നമുക്ക് ചിക്കനിലോട്ടത്ത് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് ആ നല്ല ഫ്രഷ് മണം നമുക്ക് ചിക്കനകത്തോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മാത്രം ഇലകൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കനകത്തോട്ട് ഈ മസാലയൊന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ ചിക്കൻ നന്നായിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണം. അതിൻ്റെ ഉള്ളിനകത്തോട്ട് മസാല കയറാനായിട്ട് അതുപോലെ നന്നായിട്ട് കയറി കൊടുക്കാൻ വേണം.
ഒഴിക്കണ്ട. ജസ്റ്റ് ഇതൊന്ന് ഗ്രില്ലാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നുകിൽ ബട്ടർ തേച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവറാണ് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുമ്പോൾ. ഈ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അരനാരങ്ങയുടെ നീരും കൂടി നമ്മളൊന്ന് മേളിലേക്ക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കൻ ഇതാ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ 2-3 പ്രാവശ്യം തിരിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചിക്കൻ വെന്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോർമൽ ഗ്രില്ലിലാണ് ചെയ്യുന്നതെങ്കിൽ തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, എങ്കിൽ മാത്രമേ ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അടച്ച് വെച്ച് കൊടുക്കുന്നതും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാനാണ്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം പെട്ടെന്നൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ചിക്കൻ നമ്മുടെ ആ മന്തിയുടെ ടേസ്റ്റ് ഇല്ലയെന്നൊന്നും വിചാരിക്കേണ്ട. ഇതിൽ അടിപൊളിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. ചിക്കനാണെങ്കിൽ നന്നായിട്ട് വെന്തും കിട്ടും. അപ്പോൾ അൽഫാം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാന് നമ്മളധികം യൂസ് ചെയ്യാത്ത കുറച്ച് പഴയ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കുറേ നേരം ഇരുന്നതിനകത്തുനിന്ന് ഗ്രില്ല് ഇതായിട്ട് വരുന്നതല്ലേ, അതുകൊണ്ട് പുതിയ പാനൊന്നും എടുത്ത് ചീത്തയാക്കണ്ട. പാൻ അങ്ങനെ ചീത്തയാവുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിക്കൻ നന്നായി ഗ്രില്ലായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലോട്ട് കുറച്ച് കറിവേപ്പില പുതിനയിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ തവ അൽഫാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.